ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി വിടണമെന്നും ജില്ലാ കൗൺസിൽ യോഗത്തിൽ അഭിപ്രായമുണ്ടായി. LDF-ൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടായിട്ടില്ല എന്ന കൗൺസിൽ യോഗത്തിൽ പൊതുവികാരം ഉണ്ടായി. രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI എന്തിന് LDF-ൽ തുടരണം എന്ന ചോദ്യം പോലും യോഗത്തിൽ ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന പൊതു അഭിപ്രായം CPI ഇടുക്കി ജില്ലാ കൌൺസിൽ യോഗത്തിലും ഉയർന്നു. മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി വിടണമെന്നും യോഗത്തിൽ ചർച്ചയുണ്ടായി. കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന CPI കേരളത്തിലും അത് തുടരണമെന്നായിരുന്നു പൊതുവികാരം. CPIയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായി. കേരള കോൺഗ്രസ് M വന്നതുകൊണ്ട് LDF-ന് ഗുണമുണ്ടായില്ല. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിന് അമിത പ്രാധാന്യം CPIM നൽകുന്നുവെന്നും വിമർശനമുണ്ടായി. രാജ്യസഭാ സീറ്റ് PP സുനീറിന് നൽകിയതിനു പകരം ആനി രാജയെ പരിഗണിക്കാമായിരുന്നുവെന്നും ജില്ലാ കൌൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ജില്ലയുടെ മൂന്നാർ മേഖലയിൽ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങളാണ് ഇത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിനെ ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണയ്ക്കുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നുള്ള DC അംഗവും മുൻ APPയുമായിരുന്ന അംഗത്തെ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിലും സ്ത്രീ വിഷയത്തിന്റെ പേരിലും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. CPIക്കുള്ളിൽ നിന്ന് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം എന്നത് ഉൾപാർട്ടി ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് CPI എന്നതായിരുന്നു. ഏത് ഘടകങ്ങളിലും പാർട്ടിക്ക് ചർച്ചകൾ നടത്താം. ചർച്ചകൾ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുന്നത് നല്ലതല്ല. അവർ ഒറ്റുകാർ ആണ്. സ്വന്തം മാതാവിനെ ഒറ്റുകൊടുക്കുന്നത് പോലെ മ്ലേച്ഛമാണത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശൈലിയല്ല എന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഒന്നുകിൽ അവർ വെറും പൊങ്ങച്ചത്തിന് വേണ്ടി എന്നെ മറ്റേ മാധ്യമക്കാരെ വിളിച്ചു, അത് നാളെ എന്നെ വിളിക്കണം, അതുകൊണ്ട് അവൻ്റെ വിധിക്ക് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയുടെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. വളരെ വില കുറഞ്ഞ പൊങ്ങച്ചമാണ്. അല്ലെങ്കിൽ അവർ ഒറ്റുകാരായിരുന്നു. സ്വന്തം പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ മടിക്കാത്ത ഒറ്റുകാർ. അതുമല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് ഈ നദികെട്ട പ്രവൃത്തി നടത്തുന്നതായിരിക്കും. ഇത് മൂന്നേ സാധ്യതയുള്ളൂ. അത് മൂന്നായാലും സ്വന്തം മാതാവിനെ ഒറ്റുകൊടുക്കും പോലെ അത് മ്ലേച്ഛമാണ്, അപഹാസ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ഒരിക്കലും മാനിക്കുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീതിബോധം പറയുന്നത് അമ്മയെപ്പോലെ പാർട്ടിയെ സ്നേഹിക്കണം, പാർട്ടിയെ ബഹുമാനിക്കണം, പാർട്ടിയെ കാണണമെന്നാണ്. അതറിയാത്തവർ ഇത് ചെയ്യുന്നു. അവരെപ്പറ്റി നിങ്ങൾക്ക് പുച്ഛമുണ്ട്, പുച്ഛം ഞങ്ങൾക്കുമുണ്ട്. അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയല്ല ഈ പാർട്ടി. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, അതിരൂക്ഷമായ വിമർശനം പ്രത്യേകിച്ച് സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്ക് നേരെ, ഒപ്പം CPIമിന് നേരെ, ഇത് CPIയുടെ പല ഘടകങ്ങളിലും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് വിവരം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതൊന്നും പ്രായോഗികമല്ല എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് തോൽവി CPIക്കുള്ളിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായും തർക്കമില്ല കാര്യത്തിൽ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 അമ്പേ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഇടതു മുന്നണിയാണ് കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ അത് മുന്നണിക്കകത്ത് ഒരു ആഭ്യന്തര പ്രശ്നമായിരുന്നില്ല, അല്ലെങ്കിൽ CPIമിനകത്തോ ഒരു ആഭ്യന്തര പ്രശ്നമായിരുന്നില്ല. കാരണം അതിനൊരു കാരണമുണ്ടായിരുന്നു. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവ് എന്ന കാരണം പറയാനുണ്ടായിരുന്നു. ശബരിമല പോലെ പാർട്ടി എടുത്ത പൊതു തീരുമാനം സർക്കാർ നടപ്പിലാക്കി എന്നതിൻ്റെ പേരിലുണ്ടായ തിരിച്ചടി, അങ്ങനെ പല ന്യായീകരണങ്ങളും പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. സർക്കാരിൻ്റെ പ്രവർത്തനം, മുഖ്യമന്ത്രിയുടെ ശൈലി, മന്ത്രിമാരുടെ പെരുമാറ്റം, ഒപ്പം എടുത്ത വിവാദപരമായ തീരുമാനങ്ങൾ, ഇങ്ങനെ പലതുകൊണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മൾ അല്പം മുമ്പ് VV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ CPM സംസ്ഥാന സമിതിയിൽ ആ തരത്തിലുള്ള രൂക്ഷമായ ചർച്ച നടക്കുമ്പോൾ എത്ര രൂക്ഷമായ ചർച്ച CPI ഘടകകക്ഷിയായ CPIയിലേക്ക് കടന്നു എന്നത് ഏറ്റവും പ്രസക്തമാണ്. ഇതിന് തുടക്കമെടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വമാണ്, CPIയുടെ ജില്ലാ കൗൺസിലാണ് ഇത്തരമൊരു ചർച്ച ഉണ്ടാവുകയും മുഖ്യമന്ത്രി മാറണം എന്ന ആവശ്യവും ഉണ്ടായത്. ഇതിന് തുടർച്ചയായി നടക്കുന്ന പല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും സമാനമായ സാഹചര്യം ഉണ്ടാകും.
ഉണ്ടാകുന്നു എന്നതാണ്. മുന്നണി വിടണമെന്ന ആവശ്യം പോലും ഉയരുമ്പോൾ അതൊരു പ്രാദേശിക വാദമാവാം, അല്ലെങ്കിൽ ചില നേതാക്കളുടെ അഭിപ്രായം മാത്രമാവാം, അതിനപ്പുറത്തേക്ക് അതിന് ശക്തി ഉണ്ടാവുകയുമില്ല. പക്ഷേ അത്തരം ചർച്ചകൾ പോലും CPI പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഗൗരവതരമാണ്. ഇടതുമുന്നണിയുടെ സംഘടനാ പ്രവർത്തന ശൈലിയിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നതാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ CPM-ഉം CPI-യും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ വിള്ളൽ വീഴ്ത്തുന്ന ഒരു പ്രശ്നമായി അത് മാറുകയും ചെയ്യുകയാണ്. എന്തായാലും ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യം ബിനോയ് വിശ്വവും ഇന്നലെ മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഇനി നടക്കാൻ പോകുന്ന പല ജില്ലകളിലെയും ജില്ലാ സമ്മേളനങ്ങളിലും അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു എന്നതാണ്. പിണറായി വിജയൻ നേരിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതാണ്. നമ്മൾ കണ്ടതാണ് ഈ സർക്കാരിൻ്റെ ഒരു തുടർച്ച ഉണ്ടായപ്പോൾ അന്ന് CPM-ന് ഉള്ളിൽ എന്നതുപോലെ തന്നെ CPI-യും പിണറായി വിജയനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം അംഗീകരിച്ചുകൊണ്ട് നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറുന്നു എന്നതാണ്. അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി നേരിടേണ്ടി വരുന്നു, അദ്ദേഹത്തിന്റെ ശൈലി നേരിടേണ്ടി വരുന്നു. അതാണല്ലോ, അതായത് സജിത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രി നേരിടുന്ന വിമർശനവും അതോടൊപ്പം തന്നെ CPI-എം നേരിടുന്ന വിമർശനവും ഒക്കെ CPI-യെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. മന്ത്രിസഭയുടെ മൊത്തം പ്രകടനം മോശം എന്ന നിലയിലേക്ക് എത്തുന്നു. ഭക്ഷ്യമന്ത്രി ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പ് തന്നെ പരിശോധിച്ചാൽ സപ്ലൈകോകളിൽ ഒന്നും അവശ്യ സാധനങ്ങൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിനിപ്പോൾ ധനമന്ത്രാലയത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടെങ്കിലും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ മന്ത്രിമാർ പോലും പരാജയപ്പെടുന്നു എന്ന തരത്തിലേക്കല്ലേ ഈ വിമർശനങ്ങൾ മാറുന്നത്? തീർച്ചയായിട്ടും അഭിലാഷ്, അങ്ങനെയുണ്ടൊരു പശ്ചാത്തലം. അതിനും അപ്പുറം മറ്റൊരു കാര്യം കൂടിയുള്ളത്, മുൻകാലങ്ങളിൽ ഇടതുമുന്നണിക്കകത്ത് CPI എപ്പോഴും ഒരു തെറ്റുതിരുത്തൽ സംവിധാനമായി പ്രവർത്തിച്ചിരുന്നു എന്നതാണ്. അതായത് ഇടതുമുന്നണിയോ സർക്കാരോ തെറ്റായ തീരുമാനങ്ങളോ മറ്റോ എടുത്താൽ അതിനെ ചോദ്യം ചെയ്യുന്ന, പരസ്യമായി ചോദ്യം ചെയ്യുക, മുന്നണി യോഗത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരു തിരുത്തൽ ശക്തിയായി CPI കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് ഈ ജില്ലാ ഘടകങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പൊതുവായ ഒരു വിമർശനം. പക്ഷേ ഇപ്പോൾ അതിലേക്ക് അത് വരുന്നില്ല എന്നതാണ് ഈ വിമർശനത്തിൻ്റെ അടിസ്ഥാനം. കാരണം മുൻകാലങ്ങളിൽ സർക്കാരിനെ നേരിട്ട് ചോദ്യം ചെയ്തിരുന്നു. അതായത് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതൽ തന്നെ CPI CPM-നോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് വളരെ ഒത്തുപോകുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു എന്നതാണ്. വിളിയം ഭറവൻ്റെ കാലത്തും മറ്റും CPI എത്ര കണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി മുന്നണിക്കകത്ത് നിലപാടെടുക്കുകയും തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ചിരുന്ന CPI പിന്നീട് കാനം രാജേന്ദ്രൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയും ചില നിലപാടെടുക്കുകയൊക്കെ ചെയ്തിരുന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ CPIക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനം CPIക്കകത്ത് ഉൾപാർട്ടി ചർച്ചകൾ നേരിട്ടിരുന്നതാണ്. ഇപ്പോഴേക്ക് വരുമ്പോൾ ബിനോയ് വിശ്വം സെക്രട്ടറി ആയ ഒരു കാലഘട്ടത്തിൽ അത് ഒട്ടുമേയില്ല എന്നൊരു ചോദ്യം ചെയ്യലുണ്ടാവും. എന്തായാലും CPIക്ക് ഇക്കാര്യത്തിൽ ചില കടുത്ത നിലപാടുകൾ എടുത്തേ പറ്റൂ എന്നതാണ് ഈ ചർച്ചകളുടെ ആകത്തുക. അതായത് പുറമേക്കൊന്നും അവിടെയാണല്ലോ സജിത്ത്, ഇപ്പോൾ ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത് CPIയെ സംബന്ധിച്ച് കാനം രാജേന്ദ്രൻ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ പ്രധാന ജോലി എന്നത് പിണറായി വിജയന് വേണ്ടി ജാമ്യം എടുക്കലായിരുന്നുവെങ്കിൽ അതിലും വലിയ ജാമ്യക്കാരനായി മാറിയിരിക്കുന്നു ബിനോയ് വിശ്വം എന്ന വിമർശനം കൂടി ഉയരുകയാണ്. അത് ഉയർത്തുന്നത് BJP ആണ്. ഏതാണ്ട് സമാനമാകുന്ന തരത്തിലേക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും അഭിപ്രായങ്ങൾ ഉയരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടി വരുന്നത്? തീർച്ചയായും അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം അത് ബിനോയ് വിശ്വത്തിന് മുന്നിലുള്ള വലിയ ഒരു സംഘടനാ പ്രതിസന്ധിയായി മാറുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് തെളിയിക്കപ്പെടേണ്ടി വരും താൻ തിരുത്തൽ ശക്തിയാണ്. തങ്ങളുടെ പാർട്ടി മുന്നണിക്കകത്ത് മുന്നണിയുടെ പൊതുനിലപാടിനൊപ്പം മുന്നോട്ട് പോകുമ്പോഴും തിരുത്തൽ ശക്തിയാണ്, വേണ്ടത്ര കാര്യങ്ങളിൽ ഇടപെടും, ആർജവമുള്ള വ്യക്തിത്വം സൂക്ഷിക്കാൻ കഴിയുന്ന നിലപാടുകൾ CPI സ്വീകരിക്കും എന്നത് അദ്ദേഹത്തിന് പ്രകടിപ്പിക്കേണ്ടി വരുന്നു. പക്ഷേ ഇനി അവശേഷിക്കുന്ന ഈ ഭരണവർഷങ്ങളിൽ 2 വർഷങ്ങളിൽ എങ്ങനെ അദ്ദേഹത്തിനത് നിലപാടെടുക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ചില തിരുത്തലുകൾ CPM തന്നെ ആഗ്രഹിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ CPI സമ്മർദ്ദം ചെലുത്തി ചില തിരുത്തലുകൾ നിർബന്ധപൂർവമായി ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് തന്നെ സാഹചര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു പശ്ചാത്തലത്തിലേക്ക് കൂടി വരുന്നു. അപ്പോഴും സജിത്ത്, ഈ ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതിലിപ്പോൾ പ്രധാനമായും CPI തന്നെ ഉന്നയിക്കുന്ന വിഷയം ഇപ്പോൾ ജോസ് കെ മാണിയുടെ കടന്നുവരവ്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ 2019 തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുന്നണിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായില്ലെങ്കിൽ പിന്നീട് സംവിധാനം മാറുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇപ്പോൾ ജോസ് കെ മാണി വരുന്നു. നമുക്കറിയാമല്ലോ, ഈ 1/4 നൂറ്റാണ്ടിന് ശേഷം കോംപ്രമൈസ് ചെയ്തു CPIM രാജ്യസഭാ സീറ്റിൽ. അത് ജോസ് കെ മാണി നിലനിർത്താൻ വേണ്ടിയാണ്. ആ അമിത പ്രാധാന്യം അല്ലെങ്കിൽ അധിക പരിഗണന ജോസ് കെ മാണിക്ക് ലഭിക്കുന്നു എന്നുകൂടി ഉയരുന്നുണ്ട് CPIയിൽ വിമർശനം.
അത് തീർച്ചയായും CPIക്ക് തുടക്കം മുതലുണ്ട്. അതൊരുപക്ഷെ കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് സ്വീകരിക്കുമ്പോൾ തന്നെ ഈ ആശങ്ക വലിയ ശക്തമായി തന്നെ CPI ഉന്നയിച്ചതാണ്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി ഞങ്ങൾ തന്നെയാണ് എന്ന് ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിച്ച ശേഷമാണ് CPI ഒടുവിൽ ജോസ് കെ മാണി വിഭാഗത്തെ സ്വാഗതം ചെയ്യാൻ തന്നെ തയ്യാറായത്. പക്ഷേ ഈ മധ്യകേരളത്തിന്റെ ഇടങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് കരുതുന്ന ജോസ് കെ മാണിക്ക് ലോക്സഭയിൽ സ്വന്തം സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല. പാലായിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി, ഇങ്ങനെ പലതുകൊണ്ടും അവരുടെ ഒരു സ്വാധീന ശക്തി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അത് CPI ഒരു അവസരമാക്കി മാറ്റുന്നുണ്ട് ഈ പുതിയ പശ്ചാത്തലത്തിൽ എന്നതാണ് സാഹചര്യം. ജില്ലാ തലങ്ങളിൽ നടക്കുന്ന ഈ ചർച്ചകളുടെ ഒടുക്കം സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ CPI സംസ്ഥാന കൗൺസിലിന് ഒരുപക്ഷെ ഇതിന്റെ ആകെത്തുകയായി ചില സമ്മർദ്ദങ്ങൾ എടുക്കേണ്ടി വരും. അതിലൊന്ന് അഭിലാഷ് സൂചിപ്പിച്ച ജോസ് കെ മാണിക്ക് കൂടുതൽ ഫേവർ ചെയ്യുന്നു എന്നത് വിഷയത്തിൽ CPMനെതിരെ ചില ഒളിയമ്പുകളെങ്കിലും എയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കും. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതാണ്, സർക്കാരിന്റെ നയങ്ങളും മുഖ്യമന്ത്രിയുടെ തിരുത്തലുമടക്കമുള്ള കാര്യങ്ങളിലേക്കും വരും. ഒരു കാര്യം കൂടി അഭിലാഷമുള്ളത്, CPI ഉന്നയിക്കുന്ന അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ഈ വാർത്തയിലേക്ക് വരുമ്പോൾ എടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് ഇടതുമുന്നണി നേരിടുന്നുണ്ട്. അത് ഈ ഇന്ത്യ മുന്നണി സംവിധാനവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ദേശീയ തലത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു സഖ്യം പോലെയല്ല. ഇപ്പോൾ ഒരു സഖ്യം, ഒരു പ്രഖ്യാപിത സഖ്യമായി മുന്നണി യോഗത്തിൽ കാലാകാലങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണി സംവിധാനമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഈ സംവിധാനത്തിന് എന്ത് പ്രസക്തി എന്നത് ഒരു വലിയ പ്രതിസന്ധിയായി CPM തന്നെ നേരിടുന്നുണ്ട്. ഇതിനിടയിലാണ് CPI അത് ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും അത് പ്രതിസന്ധിയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഇടുക്കി ജില്ലാ ഘടകത്തിലാണെങ്കിൽ പോലും നടന്ന ഈ ചർച്ചകളെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമോ UDF നേതാക്കളോ ഏത് തരത്തിൽ നിലപാടെടുക്കുന്നു എന്നതും വളരെ പ്രസക്തമാണ്. റൈറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ ഇടതുമുന്നണിക്കുള്ളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത് CPIMൽ തന്നെയാണ്. അവിടെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. സർക്കാർ ശൈലി മാറ്റേണ്ടതുണ്ട്, മുഖ്യമന്ത്രി രീതി മാറ്റേണ്ടതുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ആണെങ്കിൽ അതിനപ്പുറത്ത് മുന്നണി സംവിധാനത്തിൽ അടക്കം വലിയ മുറുമുറുപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം CPIയുടെ ചർച്ചകളിൽ അടക്കം സർക്കാരിനെതിരെ വിമർശനമുണ്ട്, മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനമുണ്ട്. മുന്നണിയിൽ തുടരേണ്ട സാഹചര്യം പോലും ഇല്ല എന്ന മട്ടിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തന്നെ ഉണ്ടാകുന്നു. എന്നാൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ ചർച്ചകൾ ഒക്കെ സാധ്യമാണ്. അത് CPI അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവർ ഒറ്റുകാർ എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രതിസന്ധിയല്ല എന്തായാലും ഇടതുമുന്നണിയിൽ ഉള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വാർത്തയുടെ വിശദാംശങ്ങളായിരുന്നു VV അരുണും TG സജിത്തും നൽകിയത്.